ഇവിടെ റേഞ്ച് തീരെ കുറവല്ലേ? റേഞ്ച് കുറവാ. സാറ് കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഈ ഷുഗറിൻ്റെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. നന്നായി. സാർ, നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? അയ്യോ, ഞങ്ങളെ ഫുഡും കൊണ്ട് വന്നാ, മഴ ആയതുകൊണ്ട് ലേറ്റായി. അകത്തേക്ക് കൊടുത്തോളൂ. അകത്തേക്ക് അവർ കഴിച്ചു കാണത്തില്ല. ഒരാളുണ്ട്. സാറിന് ഫസ്റ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയാ അല്ലേ? എങ്ങനെ മനസ്സിലായി? കുറെ കാലമായില്ല സാറേ പോലീസ് ഉപായിട്ടുണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാവും. ഞാനൊന്ന് കളഞ്ഞു വരട്ടെ. നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ ഞങ്ങൾക്കെതിരെ മൊഴി കൊടുക്കും അല്ലേ? കൊടുക്കും. നിനക്ക് ഏത് കൊമ്പത്ത് പിടിയുണ്ടേലും ഏത് മാളത്തിൽ പോയി നീ ഒളിച്ചാലും നീയും നിന്റെ ഇച്ഛാനും പെടും. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ? അതിനെന്നാ നീനെ കൊല്ലുവോ? എന്നാ കൊല്ലടാ, കൊല്ലടാ. നീ നിന്റെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ച് ചോദിക്കും എത്ര എണ്ണം ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ, ഇത് അവരുടെ ലോകം. എന്ത് ലോകം? പ്രിസൈഡിംഗ് ഓഫീസറെ ആക്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാം അവർക്ക്. ഞാൻ വിളിച്ചു പറയട്ടെ സാർ? കേസൊന്നും വേണ്ട സാറേ. എന്താ ഇതൊക്കെ സാറേ? നല്ല അടി കൊടുക്കേണ്ടതാ ഇവനൊക്കെ. ഇവനെ ശരിക്കും പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കേണ്ടതാ. സാർ അതൊക്കെ ഇവിടുത്തെ കാര്യം നോക്കണം. സാറേ മൊബൈലാണോ? ഔദ്യോഗിക തന്നെ റേഞ്ച് കിട്ടിയല്ല, ഇതെല്ലാം 2 കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. ചെല്ല്. ശരി. ഹലോ ആൻസി, കുഞ്ഞോനാ? എന്നതാടി?
എന്നാ സാറേ എന്നാ പ്രശ്നം? പറ സാറേ. സ്വർഗമായിരുന്നു ഞങ്ങളുടെ നാട്. ഇല്ലായ്മയിലും വല്ലായ്മയിലും കൊടുത്തും വാങ്ങിയും ചിരിച്ചും സന്തോഷിച്ചും കഴിഞ്ഞ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന കട്ടുറുമ്പായിരുന്നു അവൻ. കർത്താവേ, കാത്തോളേ. അതെടുത്ത് ജോസേ, ആ സീറ്റിലോട്ട് ചേർക്കാൻ ചാക്ക് മാറിപ്പോണ്ട. നീ ജെയിംസ് ചാൻ്റെ കടയിൽ ഇറക്കിയേക്കാം. വേണ്ട വേണ്ട. ഓക്കെ. ഓക്കെ പോ പോ. തോമസേയാ? ആ ജോസാണോ? ആ ദേ വന്നടാ. ഇപ്പൊ തരാം മോനെ. അല്ല കുഞ്ഞോനെ, ഇന്നെന്തായാലും ചാക്കിട്ടത്? ഇച്ചിരി മഞ്ഞളായിരുന്നു. ജെയിംസ് ചാൻ പറഞ്ഞിട്ട് കയറ്റിയതാ. നീ ഇപ്പൊ പൊളിച്ചെടുക്കണവേ. നീ മാഷുദ്യോഗസ്ഥനൊന്നും പോകണ്ട. നീ ശരിക്കും പരിശ്രമിച്ച കർഷകശ്രീ അവാർഡ് നിന്റെ കയ്യിരിക്കും. നമ്മളില്ലെന്നേ, എനിക്ക് അധ്യാപകനായാൽ മതി. അതെന്റെ ആശയം. ശരി മോനെ. ആ. എന്നാ ജോസേ രാവിലെ? ഇച്ചിരി പണിയുണ്ടായിരുന്നു. ആ ജോസേ, ആ. നീ പത്രം മാത്തച്ചാന്റെ വീട്ടിൽ കൊടുത്തേര്. ആ. ഞാനിത് അവിടെ വരെ നടക്കണ്ടല്ലോ. ശരി. ദേ എന്നാ കട്ടൻ. ഇന്ന് പാലുകാരൻ വന്നില്ല ജോസേ. ആഹാ, അപ്പൊ പത്രക്കാരുടെ പണിയും ഏറ്റെടുത്ത. നമ്മുടെ നാട്ടുകാരല്ലേ തോമസേ, നമ്മുടെ നാടും. എന്നെടുക്കുമായിരുന്നൂടെ ഇത്രയും നേരം? ഇച്ചിരി പണിയുണ്ടായിരുന്നു. അമ്മച്ചി ഇതെങ്ങോട്ടാ? പള്ളി പോവാ? ആ, ഞായറാഴ്ച ആയിട്ട് പള്ളി പോയില്ലെങ്കിലേ എന്തോ ഒരു ഇതാടാ. ഈ മേലാത്ത കാലം വെച്ചുകൊണ്ട് ഞാനതിൽ ചോദിച്ചല്ലായിരുന്നോ? അപ്പൊ എന്നാ പറഞ്ഞേ? പള്ളി പോകുന്നില്ല എന്ന്. അതെ, ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്ന് പോടാ അവിടെ നിന്ന്. ഹായ് ചായ. ആ, അമ്മച്ചി ഞാനെന്നങ്ങ് ഇറങ്ങുവന്നേ. ഈ വെളിയിലേക്കാണോ ഇത്ര കമയില്? അല്ല, എന്റെ ഫ്രണ്ട് റീത്തയുടെ ബർത്ത്ഡേ. ഈ നേരത്തെ എന്തോന്ന് ബർത്ത്ഡേ? ഞാൻ ചായനോട് പറഞ്ഞായിരുന്നല്ലോ. ആ, ഡീ നിക്ക്. നീ ഇതേ മാത്യു ചാന്റെ മുറ്റത്തിട്ടേര്. ആ, ഇങ്ങതാ. അതെ, ഇച്ചായന്റെ ഞാനൊരു 100 മണീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡീ, ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇച്ചായനെ എന്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡീ, നേരത്തേക്ക് പോന്നേക്കണം. കറങ്ങി നടന്ന തല ഞാൻ തല്ലി പൊളിക്കും. ഒന്ന് വേഗം വാടാ, നേരെ ഒരുപാടായി. ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം.